മുൻ മന്ത്രി കെ എം മാണി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമായി നടപ്പാക്കി നൽകിയ പദ്ധതികൾ സമഗ്രമായി വിവരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനായ ടി ദേവപ്രസാദ് എഴുതിയ കെ എം മാണി രാഷ്ട്രീയത്തിലെ കരുണ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോട്ടയത്ത് നടന്ന ചടങ്ങിൽ വെച്ച് നടത്തി. പ്രഥമ കോപ്പി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ചരിത്രകാരൻ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. മാണി സാറിനെ കുറിച്ച് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. 1964 കേരള കോൺഗ്രസ് തുടങ്ങുമ്പോൾ ഒരു കേരള കോൺഗ്രസ് കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ അകലെ നിന്ന് നോക്കിക്കണ്ട, അതും വയലാക്കാരനായതുകൊണ്ട് എലക്കാടിൻ്റെ ഓമനപുത്രൻ എന്നാണ് മാണി സാറിനെ അന്ന് വിശേഷിപ്പിച്ചത്. എലക്കാട് ഞങ്ങളുടെ പഞ്ചായത്താണ്. അന്ന് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. അത് പിന്നീട് പത്രപ്രവർത്തകനായപ്പോൾ 1979 മുതൽ വളർന്നു. അതിനെക്കുറിച്ച് ഒത്തിരി ഓർമ്മകളുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു പുസ്തക രൂപത്തിൽ എഴുതി വെക്കണം എന്നൊരു പ്രചോദനം എനിക്ക് തന്നത് ശ്രീ ചാഴിയാടൻ എവിടെയുണ്ട്, ചാഴിയാടൻ അറിയത്തില്ല. ശീർഷകം കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയത്തിലെ കരുണ എന്നാണ്. മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായ ഒരു പരികല്പനയാണ് ഈ രാഷ്ട്രീയത്തിലെ കരുണ എന്നത്. ആ ശീർഷകം തിരഞ്ഞെടുത്തതിന് തന്നെ ഞാൻ ദേവപ്രസാദിനെ ആദ്യമായി അഭിനന്ദിച്ചു കൊള്ളട്ടെ. ഇവിടെ എനിക്ക് മാണി സാറിനെ പറ്റിയുള്ള ഈ പുസ്തകം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം മാത്രം പ്രകാശിപ്പിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതായത് ഈ കരുണ എന്ന് പറഞ്ഞത് മാണി സാറിന്റെ ഒരു പര്യായമായി ഇവിടെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാവണം നമ്മളെ മാണി സാറിന്റെ അനുസ്മരണ സമ്മേളനങ്ങളെല്ലാം കാരുണ്യ പ്രവൃത്തികളിൽ ഒതുക്കുക എന്നൊരു രീതി സ്വീകരിച്ചു പോരുന്നു. അത് പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാരുണ്യ പ്രവൃത്തികൾ ഉചിതം തന്നെയാണ്, നമ്മൾ ചെയ്യേണ്ടതുമാണ്. പക്ഷേ മാണി സാറെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിരുന്നില്ല, ഒരു ആധ്യാത്മിക നേതാവുമായിരുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ എപ്പോഴും രാഷ്ട്രീയം ഉണ്ടാകണം എന്നതാണ്. നമ്മൾ കാണുന്ന ജനങ്ങൾക്ക് ഒരു പിഞ്ച് തോന്നാതെ, ഒരു നോവിക്കാതെ ജനങ്ങളിൽ നിന്ന് പിരിച്ച് അതിന്റെ ബാക്കി കണക്കുകൾ പറയുന്നുണ്ട്. 1,10,000 ആളുകളെ സഹായിച്ചു. 1000 കോടി രൂപ അത് 3 വർഷം കൊണ്ട് ജനങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പദ്ധതി ഞാനത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് ഈ ബുക്ക് ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത് വായനാ ദിനം കൂടിയാണ്. നമ്മളെല്ലാവരും വായിക്കണം. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ താഴെ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ആരും ഫ്രീ ആയിട്ട് തന്നാൽ പോലും മേടിക്കരുത്. നമ്മൾ അത് മേടിച്ച് വായിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് ഇവിടെ വരുവാനും ഇങ്ങനെയൊരു എഴുതുവാനും ഞങ്ങളെ ഇങ്ങനെയുള്ള ഒരു അവബോധം നൽകുവാനും കഴിഞ്ഞതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. കേരള കോൺഗ്രസിന്റെ കൂടുതൽ ചരിത്രമറിയാവുന്ന ഇവർ രണ്ടുപേരും സാറുമുണ്ട്, സാറുമുണ്ട്. മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ, മുൻ MLA മാരായ സെബാസ്റ്റ്യൻ കുളത്തങ്കൽ, സ്റ്റീഫൻ ജോർജ്, ജോ മൈക്കിൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.